എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ബി.ജെ.പി. ബംഗാളിൽ മമതയുടെ കളി അവസാനിച്ചുവെന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ പ്രതികരിച്ചത്. ബംഗാളിന്റെ ചരിത്രത്തിൽ എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമായിട്ടില്ല എന്ന തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുക്കുകയാണ്. അഭിപ്രായ സർവേകളെ തള്ളി കോൺഗ്രസും രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിൽ കണ്ട ആവേശം എക്സിറ്റ് പോളുകൾ വന്നതോടെ ബി.ജെ.പി. ക്യാമ്പിൽ 4 ഇരട്ടിയായി. അസാമിലെ ഭരണത്തുടർച്ചയേക്കാൾ ബി.ജെ.പിക്ക് ആവേശം ബംഗാളിലെ ഭരണമാറ്റമാണ്. ബംഗാൾ പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നാണ് ഒരു വിഭാഗം ബി.ജെ.പി. നേതാക്കളുടെ അഭിപ്രായം. ജനങ്ങളും മമതയും തമ്മിലായിരുന്നു പോരാട്ടം. 180 സീറ്റ് നേടി അധികാരം ഉറപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പി. ബി.ജെ.പിയുടെ അവകാശവാദങ്ങളെയും എക്സിറ്റ് പോളുകളെയും പൂർണ്ണമായും തള്ളുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ബി.ജെ.പി. 50 സീറ്റിലേക്ക് ഒതുങ്ങും എന്നാണ് ടി.എം.സി വിലയിരുത്തൽ. 235 സീറ്റുമായി മമതയ്ക്ക് ഭരണത്തുടർച്ച ഉണ്ടാകും എന്ന് കുണാൽ ഘോഷ് പ്രതികരിച്ചു. Number 1, BJP will not cross 50. Or number 2, Trinamool 235 plus. അസമിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് ഹിമന്ത ബിശ്വ കടന്നു എന്നാണ് വിവരം. അസമിൽ ഭരണത്തുടർച്ചയാണെങ്കിൽ ചുമതല ഉണ്ടായിരുന്ന പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് കനത്ത തിരിച്ചടിയാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തും എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. 400 സീറ്റ് നേടും എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ അമ്പേ പരാജയങ്ങളായിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും തള്ളുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പരാമ്പരയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, കൊൽക്കത്ത.